ഇത് കഴിഞ്ഞല്ലേ? ചേട്ടാ ഒരു ചായ എടുക്കട്ടെ? വേണ്ട. ഇന്നാ ചായ. ഇവനാ മിടുക്കൻ. റേഷൻ കടയിലേക്ക് ചരക്കെടുക്കാമെന്നതാ. അതെടുക്കണ നേരം കൊണ്ട് 100 രൂപ കാശ് വേറെ ഉണ്ടാക്കും. അതുള്ളതാ. പക്ഷെ ആർക്കാ ഗുണം? ഒരു വെയിലത്തിരുന്ന് പണിയെടുത്താൽ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം കാശ് കൊടുത്ത് കുടിക്കല്ലേ? ഒരു കൂട്ട് കാജ മേടിച്ചാലേ ഒരാഴ്ചയാ കണക്ക്. നേരമുണ്ടെങ്കിൽ ആ ലൈലിന്റെ ബാക്ക് കൂടി ശരിയാക്കാം. പിറ്റടാ വണ്ടി ഒന്ന് മാറ്റിയിടണേ. നീ ലൈസൻസ് എടുത്താ? എടുക്കണം. ആ ചാർലിയോട് പറഞ്ഞ് എടുത്ത് വെച്ചേക്ക്. ചിലപ്പോ ഒന്ന് ഒത്തു വന്നേക്കും. വണ്ടിയോ? എവിടുന്നാ? വണ്ടിക്കാരൻ കേട്ടപ്പോ അവന്റെ ഒരു ഇളക്കം നോക്ക്. അത് പിന്നെ ഒരു ലോറി വാങ്ങുന്നുള്ളത് നമ്മുടെ ഒരു സ്വപ്ന. കാളവണ്ടി ആയിട്ട് ഈ പട്ടണത്തിൽ കാല് കുത്തിപ്പോ ഉറപ്പിച്ചതാ. പിന്നെ എലിഞ്ഞിപ്പാലം വരാൻ പോണെന്ന് കേട്ടപ്പോ അതങ്ങ് ഉറച്ചു. പാലം വന്നു കഴിഞ്ഞാ പിന്നെ കാളവണ്ടി ആയിട്ട് നടന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഏതാ വണ്ടി? വണ്ടി നമ്മുടെ കരുണേട്ടന്റെ ലൈലന്റാ. നമ്മുടെ ബഷീർ ഓടിച്ചിരുന്ന. കഴിഞ്ഞ ദിവസം അടിവാരത്ത് വെച്ച് കണ്ടപ്പോ എന്നോടൊന്ന് സൂചിപ്പിച്ചു, മോളുടെ കല്യാണക്കല്ലേ അതിന്റെ ഒരു ടൈറ്റ്, അല്ലെങ്കിൽ മൂപ്പര് കൊടുക്കൊന്നുമില്ലട്ടോ. വല്ലതും അതൊന്നും ചോദിച്ചില്ല. കുഴപ്പമില്ല, നമുക്ക് ഉറപ്പിക്കാം. ആട്ടെ, അന്റെ കയ്യിൽ ഇപ്പൊ എത്ര ഉണ്ട് സമ്പാദ്യം? ഒരു 10-30 കാണും. ഒരു കാര്യം ചെയ്യ്, എങ്ങനെയെങ്കിലും ഒരു 40 ഒപ്പിക്കാൻ നോക്ക്. ബാക്കി നമുക്ക് സിസി ഇടാം. സിസിയോ? എടാ, സിസിന്ന് കേട്ടാ ബേജാറാവേണ്ട കാര്യമൊന്നുമില്ല. അത് മാസം കടഞ്ഞു പോയിക്കോളും. നീ വിചാരിച്ച ദിവസം 100-150 ഉണ്ടാക്കാനാ പാട്. ദേ, സമാധാനായിട്ട് കാശുണ്ടാക്കാനുള്ള വഴി നോക്കും. ഒത്ത അടുത്ത മാസം ദേ താക്കോലും മേടിച്ച് ഞാൻ കയ്യിൽ തരും. പൊളാച്ചിന്നാണ്ടാ? അയ്യോ, നീ വണ്ടി മാറ്റിട്ടോ. ഇതൊക്കെ ഓടാ. എന്നെടുത്തോ. ഓക്കെ സാർ. എത്രയായി? എന്താ സാർ, ഇനി വേറെ എന്തെങ്കിലും വേണോ? അത്രയൊരു ബ്ലൗസിങ്. ശരി. വരുന്നു. ദിവാകരോ, അത് ചോദിക്കാൻ മറന്നു. കൊച്ചിനെ കൊണ്ട് രാഘവന്റെ കൈ തള്ളിയേച്ച് പോയപ്പോ എന്നാ പറഞ്ഞു മൂപ്പിലാൻ? തന്തയുടേത് കുരുട്ട് ബുദ്ധിയാ. ഇടയ്ക്കും പിഴയ്ക്കൊക്കെ ഇങ്ങനോട്ട് തള്ളിയേച്ച് പോയാ നിന്റെ മനസ്സെങ്ങാനും മാറിയാലോ. പെങ്കൊച്ച നോക്കിയും കണ്ടുമൊക്കെ നിന്നില്ലേ തലയിലിരിക്കും. നിന്റെ അടുത്ത് പണി നടക്കല്ലെന്ന് എനിക്കറിയാം. രാധാക്കേ, ഞാൻ സ്കൂളിൽ പോവാ. ഉണ്ണിക്കുട്ടാ, ഒന്ന് വേഗം വാ ബുബാ. വെള്ളം മറന്നു. ഓ, അത് മറന്നു. സൂക്ഷിച്ചു പോണേ. ഇവിടുന്നുള്ള പള്ളിക്കുടത്തിപ്പോ ഓർക്കുമ്പോഴാ എന്തൊരു നടപ്പാ. അതിന്റെ ഇടയിൽ പുഴയിലെങ്ങാനും വെള്ളം പൊങ്ങി തീർന്നു. ജോസേ വരാൻ വേണ്ടി കാത്തിരിക്കുക. എന്നാൽ എനിക്ക് സമാധാനാവും. ആളെന്ന് വരും? മാർച്ചില്. മതിയാക്കി പോരുക. ആ സുഗന്ധി, മണ്ണെണ്ണ നാളെ തരാട്ടോ. റേഷൻ വാങ്ങാൻ പോയില്ല, അതുകൊണ്ടാ. അത് സാരില്ല. വാസുകൊണ്ട് വീട്ടിലേക്കാ 3-4 ദിവസമായിട്ട് ഉറങ്ങണ്ട മനുഷ്യന്. പൂജയും മന്ത്രവാദവും ഗുരുതയും. ഇനി വന്നേ, മിനിയാന്നേ എന്റെ പശു പറ്റപ്പോ മറവിളക്ക് വന്നിരിക്കുന്നു. വാസൂട്ടിന്റെ ഭാര്യ അങ്ങ് വടക്കെങ്ങാണ്ടുള്ള ദുർമന്ത്രവാദിയാ. മുടിഞ്ഞൊരു നാട്. ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ലല്ലോ എന്റെ ദേവിയെ. കരമേഴും
പൊന്നൂട്ടിയെ മോഹൻലാലിന്റെ മേലാണല്ലോ കണ്ണ്. മമ്മൂട്ടി കാണാതെ എടുത്തു. ഈ ഫോട്ടോ ഞാൻ എടുത്തോട്ടെ, എന്റെ പെട്ടിയിൽ വെക്കാനാ. മോളിത് എടുത്തോ കേട്ടോ. എന്റെ കാശില്ല, ഞാനേ പൂരം കഴിയുന്ന മുമ്പേ തരാം കേട്ടാ. അപ്പൂപ്പൻ അറിയണ്ട കേട്ടോ. പൊന്നുവേ എന്താടോ വല്ല ഗുരുത്തെ കൂടെ ഒപ്പിച്ചോ? ഏയ്, ഇത് നമ്മൾ കരുതുന്നിടത്തൊന്നും നിൽക്കുകയല്ലേ. ആനയുടെ ചൊറി തന്നെ ആടികൊള്ളുന്നേ. ഇയാൾ എപ്പോഴും അങ്ങനെ. അതിന്റെ കണ്ണിന്റെ താഴെ കണ്ടോ, തോട്ടിയിട്ട് പിടിച്ചതാ. ദുഷ്ടനാ. എന്റെ സ്വാമി, ഈ കള്ളുടി നല്ല തൊഴി വിട്ടണേ. മക്കളെ, നിന്റെ കഷ്ടപ്പാട് കണ്ടിട്ട് പറയേ അച്ഛമ്മ, ഈ വണ്ടിപ്പണി ആദ്യം അങ്ങ് നിർത്ത. മൂരികളെ കിട്ടണ വിലക്ക് വിൽക്ക്. എന്നിട്ട് എൻ്റെ മക്കള് അച്ഛമ്മ പറയണ മാതിരി കേക്ക്. പത്തായത്തിലെ അപ്പൂപ്പന്മാരുടെ പട്ടിരിപ്പുണ്ട്. അതെടുത്ത് ചുറ്റി പറകാളിക്ക് തിരിവെച്ച് അടിമപ്പണം കെട്ടി എൻ്റെ മക്കള് ചാവുകയത്തിൻ്റെ തെക്കേ പാറയുടെ ചോട്ടിലൊന്ന് മുങ്ങ്. വാരാം, വാരി എടുക്കാൻ നിനക്ക്. കൊലയ്ക്ക് കൊടുത്തായിരുന്നു പണ്ടാറടങ്ങാൻ. ചാവ് കയറ്റുന്നു വാരാന്ന്. വാരാ മുങ്ങിയവരാരും പിന്നെ പൊങ്ങിയിട്ടില്ല. എന്നിട്ടും തള്ളേരുടെ സൂക്കേട്. എല്ലാരും മുങ്ങണ മാതിരിയല്ല നീ മുങ്ങണത്. അതറിയണതുകൊണ്ടാ ഞാൻ പറയണേ. അതാദ്യം നീ മനസ്സിലാക്ക്. അതെ, 10,000 പട്ട് ഞാൻ എടുത്തു തരാം. അടിമപ്പണം കെട്ടിക്കോളാം. പോരാത്തന്നെ ഒരു കുപ്പി പട്ടയും തരാം. തളർന്നു പോയി മുങ്ങുന്നോ? കിട്ടുന്നതിന്റെ പാതി എനിക്ക് തന്നാ മതി. മിണ്ടാതിരുന്നോളാം. തരണത് വല്ലതും വാരി തിന്ന് അവിടെ അവിടെ ഇങ്ങനെ ചുരുണ്ടുകൂടി കിടന്നോളാം. ഓ, ചാവ് കഴുത്തിലേക്ക്. എനിക്കൊരു 10 രൂപ വേണമായിരുന്നു. എന്തിനാ? പൊന്നും അച്ഛനും അമ്പാട്ടമ്പലത്തിൽ എത്തിയിട്ടുണ്ടെന്ന്. എനിക്കൊന്ന് പോവാനാ. പിന്നെ കുമ്പാട്ടമ്പലത്തിലേക്ക് ഉണ്ടാക്കേണ്ട കേട്. ഇവിടെ ലോറിക്ക് അഡ്വാൻസ് കൊടുക്കാനുള്ളതാ. എവിടെന്നാ കാശ് ഉണ്ടാക്കാന്ന് ആദ്യം പിടിച്ചടക്കാം. അതിനിടയിൽ ഓരോ 10 രൂപയല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. തിരിച്ചു വരുമ്പോഴത്തേക്ക് അങ്ങ് തന്നേക്കാം. 10 രൂപ പോയിട്ട് 10 പൈസയും തരില്ല. ഒറ്റിനെ കാണാനുള്ള പൂതി. കിടക്കപ്പായിന്ന് വലിച്ചെടുത്തോണ്ട് പോയത് എന്റെ കുഞ്ഞിനെ. അത് ജീവിച്ചിരിപ്പുണ്ടെന്നെങ്കിലും ഒന്നും അറിയണ്ടേ? പിന്നെ അറിയണം. അപ്പൊ ഒരു കാര്യം ചെയ്യ്, അപ്പനും മോളും പൊന്നുമോളും കൂടി അവിടെ തന്നെ കൂടിക്കോ. അമ്പലപ്പറമ്പിൽ ഉണ്ടു തൂറി ശീലമുള്ളതല്ലേ തന്തയ്ക്കും മോൾക്കും. കടന്നു പോടി ശവം. കുമ്പാട്ടമ്പലത്തിലിച്ച് തന്തയ്ക്കും മോൾക്ക് അമ്പലപ്പറമ്പിൽ നിറങ്ങി നിറങ്ങിയൊരു ശീലായി. അല്ല, കൊച്ചേ, ആരാ? ഞാനാ. കുറച്ച് കാശ, ഇത് വെച്ചോ. പൊന്നുനെ കാണാൻ പോണ്ടായോ? എന്തെങ്കിലുമൊക്കെ വാങ്ങട്ടെ. ആരും അറിയത്തില്ല. ഇത് വെച്ചോ. ദിവാകരേട്ടനെ വിളിക്കട്ടെ ഞാൻ? വേണ്ട വേണ്ട. എങ്കിൽ പോ. പോടോ.